ICC പുതിയ T20 റാങ്കിങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് സഞ്ജുവാണ്. സഞ്ജു ഒറ്റയടിക്ക് താഴേക്ക് എത്തിയിരിക്കുകയാണ്. ഇഷാനെയും ഋഷഭ് പന്തിനെയും വെട്ടിച്ചാണ് സഞ്ജുവിന് മുന്നേറ്റം. ഇനി സഞ്ജുവിനെ T20യിൽ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഏറ്റവും പുതിയ ICC റാങ്കിങ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുപ്പിച്ച് 2 സെഞ്ചുറിയാണ് സഞ്ജു നേടിയത്. അതുകൊണ്ടാണ് T20 റാങ്കിങ്ങിൽ വലിയ മുന്നേറ്റം സഞ്ജുവിനെ കാഴ്ചവെക്കാൻ സാധിച്ചത്. ഋഷഭ് പന്ത് 98-ാം സ്ഥാനത്താണ്. അതുപോലെ ഇഷാൻ കിഷൻ 82-ാം സ്ഥാനത്തുമാണ്. സഞ്ജു ഒറ്റയടിക്ക് 66 റാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. T20 ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സഞ്ജു ഇത്രയും നല്ല റാങ്കിങ്ങിൽ എത്തുന്നത്. പണ്ട് സഞ്ജു 200-ാം റാങ്കിലായിരുന്നു, പിന്നീട് 77ലേക്ക് എത്തി. ഇപ്പോഴത്തെ സഞ്ജു 66 റാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ശുമാൻ ഗില്ല് 25-ാം റാങ്കിലുണ്ട്. റിങ്കു സിംഗ് 44-ാം റാങ്കിലാണ്. അതുപോലെ പാണ്ഡ്യ 54-ാം റാങ്കിലുമുണ്ട്. നിലവിൽ 1-ാം സ്ഥാനത്ത് ട്രേവിസ് ഹെഡാണ്. 2-ാം സ്ഥാനത്താണ് സൂര്യകുമാർ. അതുപോലെ 3-4 സ്ഥാനങ്ങളിൽ സാൾട്ടും ബാബറുമുണ്ട്. ആദ്യ 10-ലുള്ളത് ജയ്സ്വാളും സൂര്യകുമാറും മാത്രമാണ്. ജയ്സ്വാൾ 6-ാം സ്ഥാനത്താണ്. അതുപോലെ ഋതുരാജ് 13-ാം സ്ഥാനത്തുണ്ട്. എല്ലാവരും റാങ്കിങ്ങിൽ മുന്നോട്ട് വരികയാണ്. പക്ഷേ സഞ്ജുവിന്റെ മുന്നേറ്റമാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. സഞ്ജുവിനെ T20യിൽ തുടർച്ചയായി അവസരങ്ങൾ കൊടുത്തപ്പോൾ സഞ്ജു വമ്പൻ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ഇങ്ങനെ തന്നെ സഞ്ജു മുന്നോട്ട് പോയാൽ ഉടനെ തന്നെ സഞ്ജു റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്താൻ സാധ്യതയുണ്ട്. ആദ്യ 10-ലെങ്കിലും സഞ്ജു ഇടം പിടിക്കും. സഞ്ജുവിന് T20യിൽ നല്ല ഭാവിയുണ്ട്. ഇഷാനാണെങ്കിൽ പുറകോട്ട് പോയി. ഋഷഭ് പന്ത് ആണെങ്കിൽ 98-ാം സ്ഥാനത്താണ്. അവരൊന്നും സഞ്ജുവിന്റെ 7 അയലത്ത് പോലുമില്ല. ഈ സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ ഇനിയും മികച്ച കളി കാഴ്ചവെച്ചാൽ സഞ്ജു ഉടനെ തന്നെ ആദ്യ 10-ൽ ഇടം പിടിക്കും. അപ്പോൾ സഞ്ജുവിന്റെ അടുത്ത വെടിക്കെട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നാളെയാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 3-ാമത്തെ T20. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.